തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരുങ്ങാൻ മുന്നണികൾ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ ഫലമുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ നീക്കം. തിരിച്ചടി മറികടക്കാൻ ഇടതുതന്ത്രം ഒരുങ്ങുന്നുണ്ട്. തദ്ദേശ വിജയത്തിന്റെ ആവശ്യത്തിൽ നേരത്തെ ഒരുങ്ങാൻ UDFും തയ്യാറെടുക്കുകയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാൻ ഒരുങ്ങുകയാണ് BJPയും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഫെബ്രുവരി 23-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടാവാനാണ് സാധ്യത. അതായത് വെറും 2 മാസം മാത്രമാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത്. എങ്ങനെ തയ്യാറെടുക്കും, എങ്ങനെ തിരുത്തലുകൾ വരുത്തും? വലിയ രാഷ്ട്രീയ ചോദ്യമാണ് മുന്നിലുള്ളത്. സംസ്ഥാനത്ത് മൂന്നാമതും ഒരു ഇടതു സർക്കാർ എന്ന അവകാശവാദമായിരുന്നു CPMന് മുന്നിലുണ്ടായിരുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. പൊതുവിൽ ജനക്ഷേമകരമായ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി എല്ലാ അർത്ഥത്തിലും ജനങ്ങളൊപ്പം നിൽക്കുമെന്ന് കരുതിയിരുന്നു ഇടതു ക്യാമ്പുകൾ. പക്ഷേ തിരിച്ചടിച്ചു. ആ തോൽവിയുടെ കാരണം അവർക്ക് കണ്ടെത്തണം. അതിനുമപ്പുറം അത് മറികടന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങണം. വലിയ വെല്ലുവിളികൾ ഇടതുമുന്നണിക്ക് മുന്നിലുണ്ട്, CPMന് മുന്നിലുണ്ട്. CPM എങ്ങനെ തെറ്റ് തിരുത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം CPMന്റെ തെറ്റുതിരുത്തൽ എങ്ങനെയായിരിക്കുമെന്ന്. അടിത്തട്ടിൽ പാർട്ടിയെ കൂടുതൽ സജീവമാക്കാനാണ് നീക്കം. അതിൻ്റെ ഭാഗമായി തോൽവി പരിശോധിക്കും. തോൽവി പരിശോധന എങ്ങനെയെന്ന കാര്യം നമുക്ക് വിശദമായി തന്നെ നോക്കാം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് CPMന്റെ രണ്ടാമത്തെ നീക്കം എന്ത് നോക്കാം. ഒന്ന്, നേതാക്കളോട് കൂടുതൽ കീഴ്ഘടകങ്ങളിൽ സജീവമാകാനുള്ള നീക്കമാണ്. ജില്ലാ നേതാക്കളോട് താഴെ ഘടകങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ നേതൃതലം പ്രാദേശിക തലത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള തിരുത്തൽ ശേഷി, ഇതാണ് CPMന്റെ മറ്റൊരു തന്ത്രം. ഒപ്പം അടുത്ത നീക്കം എന്താണ് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുതിയ നീക്കമാണ്. അതായത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് പലയിടങ്ങളും. പക്ഷേ അവിടങ്ങളിൽ CPMന് ഇത്തവണ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായി. അതിൽ ഗ്രാമ നഗര വ്യത്യാസമില്ല. ആ മേഖലകളിലേക്ക് എങ്ങനെ തിരിച്ചു വരാം, അവശേഷിക്കുന്ന ഈ ചെറിയ സമയത്തിനുള്ളിൽ തിരിച്ചു വരാം, ഇതിനാണ് CPM ശ്രമിക്കുന്നത്. തദ്ദേശ വാർഡുകളിൽ, നഷ്ടമായ വാർഡുകളിൽ, നഷ്ടമായ മേഖലകളിൽ, നഷ്ടമായ പഞ്ചായത്തുകളിൽ, നഷ്ടമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ. നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പ് ഇക്കാര്യത്തിൽ CPM ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അതാണ് CPMന്റെ അടുത്ത നീക്കം. നോക്കുക, അടുത്ത മറ്റൊരു കാര്യം, അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം കേന്ദ്രവുമായി ഒത്തുകളി എന്ന ആക്ഷേപം CPM ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം വലിയ ആക്ഷേപമായി ഇത് ഉന്നയിച്ചതാണ്. ഈ ആരോപണം മറികടക്കണം. CPM BJP ഒത്തുകളി എന്ന UDFന്റെ ആരോപണത്തെ മറികടക്കാൻ എന്താണ് തന്ത്രം? അതാണ് ആലോചന. ഒരു വഴിയുണ്ട്, അതാണ് കേന്ദ്രവിരുദ്ധ സമരം. ആ കേന്ദ്രവിരുദ്ധ സമരം കൂടുതൽ ശക്തമാക്കാനാണ് നീക്കം. കാരണം CPM BJP ബാന്ധവമെന്ന പ്രചരണം UDF ഒരു സൈഡിൽ ഉയർത്തുമ്പോൾ അതിനെ മറികടക്കുക അത്ര എളുപ്പമല്ല. ന്യൂനപക്ഷ ഏകീകരണത്തിനടക്കം ഒരു കാരണമായിട്ടുള്ളതും ആ പ്രചരണമാണ് എന്ന തിരിച്ചറിവ് CPMനുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രചരണത്തെ മറികടത്താൻ CPM തെറ്റുതിരുത്തുന്നത് കേന്ദ്രവിരുദ്ധ സമരങ്ങൾ ശക്തമാക്കിക്കൊണ്ടാണ്. കേന്ദ്രവിരുദ്ധ സമരം ശക്തിപ്പെടുത്തുമ്പോൾ ഒരു ആയുധം ഇപ്പോൾ മുന്നിൽ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അത് കേന്ദ്രത്തിനെതിരായ ഒരു സമരമാർഗമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം. ഈ വിവാദം ഉന്നയിച്ച് കൂടുതൽ ശക്തമായ നീക്കം നടത്താനാണ് CPM കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. പക്ഷേ കേരളത്തിൽ അത് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഒരുപക്ഷേ കേരള സാഹചര്യങ്ങളിൽ ഈ പദ്ധതി ഇണങ്ങുന്നതാണോ എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ കേരളം ഈ പദ്ധതി നടപ്പിലാക്കി മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷേ കുടുംബശ്രീകളെ എങ്ങനെ ഫലപ്രദമായി ഇടതുപക്ഷം വിനിയോഗിച്ചു എന്നതുപോലെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയും ആ കൂട്ടായ്മയും ഇടതുപക്ഷം വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. സ്വാഭാവികമായും വലിയ എതിർപ്പുകളാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ പദ്ധതിയിൽ നിന്ന് വെട്ടിമാറ്റുന്നത് ഉണ്ടാക്കുന്ന വൈകാരിക വിഷയങ്ങൾ ഇത് CPMും ഏറ്റെടുക്കുകയാണ്. UDFും ഏറ്റെടുക്കുന്നുണ്ട്, ഒപ്പം CPMും ഏറ്റെടുക്കുന്നു. അങ്ങനെ കേന്ദ്രവിരുദ്ധ സമരം ഒന്നുകൂടി ശക്തമാക്കാനാണ് നീക്കം. കഴിഞ്ഞ ദിവസങ്ങൾ പ്രാദേശിക തലത്തിലൊക്കെ CPM ഇത് ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. തീരുന്നില്ല. വരും ദിവസങ്ങളിൽ അത് ലോക് ഭവന് മുന്നിലേക്ക്, പഴയ രാജ്ഭവൻ, ഗവർണറുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നീക്കം. അടുത്ത തന്ത്രമെന്ത്? വളരെ പ്രസക്തമാണ് അടുത്ത നീക്കം.
അടുത്ത നീക്കം പരിശോധിക്കുമ്പോൾ CPM ശബരിമലയാണ് വിഷയം. ശബരിമലയിലും തിരുത്തൽ CPM വരുത്തുകയാണ്. അതായത് ശബരിമല തിരിച്ചടി മറികടക്കാൻ കീഴ്ഘടകങ്ങളിൽ പ്രചരണം നടത്താനാണ് CPMന്റെ നീക്കം. ശബരിമല ഒരു വലിയ ഫാക്ടറാണ്, അത് വീഴ്ചയ്ക്ക് കാരണമായി എന്ന് CPM ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കൃത്യമാണ് ശബരിമല ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. ഒരുപക്ഷേ ശബരിമല ഫാക്ടർ ആയിരുന്നു എന്ന് അംഗീകരിക്കുന്നത് പോലും തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് കൂടി ഇതിനെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്താണ് പോകുന്നത്. പക്ഷേ അതുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണം. അതിന് വലിയ തരത്തിലുള്ള കീഴ്ഘടകങ്ങളിലെ പ്രചരണം കൂടി അവർ ലക്ഷ്യമിടുന്നുണ്ട്. യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ കാരണം ഭരണവിരുദ്ധ വികാരമാണ്. അതായത് സർക്കാരിന് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ക്ഷേമ പെൻഷനുകൾ, ഉയർന്ന ക്ഷേമ പെൻഷനുകൾ ഉണ്ടായിരുന്നു. വനിതകൾക്ക്, വീട്ടമ്മമാർക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള എല്ലാ പ്രഖ്യാപനവും ഉണ്ടായിട്ടും തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ആ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം പല തരത്തിലുണ്ടായിട്ടുണ്ട്. അത് മറികടക്കാനുള്ള ഇടപെടൽ കൂടിയാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ CPM നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പരിശോധിച്ചത് CPM എങ്ങനെ തെറ്റുതിരുത്തും, അതിന് CPM പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരുന്ന ചില സാധ്യതകളാണ്. തീരുന്നില്ല. CPM ചില സൂക്ഷ്മ പരിശോധനയ്ക്ക് കൂടി CPM നേതൃത്വം തയ്യാറാകുകയാണ്. തോൽവിയുടെ കാരണം കണ്ടെത്താൻ ചോദ്യാവലി തയ്യാറാക്കുകയാണ്. നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യാവലിയിലൂടെ അത് കീഴ്ഘടകങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് എന്തുകൊണ്ട് തോറ്റു എന്ന പരിശോധന നടത്തുകയാണ്. വോട്ട് ചേർക്കൽ മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളും പ്രദേശത്ത് വർഗീയ സംഘടനകളുടെ വളർച്ചയുമൊക്കെ വ്യക്തമാക്കണമെന്നാണ് ഒരു നിർദ്ദേശം CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ തോൽവി പരിശോധനയുടെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് CPM. എങ്ങനെ, എന്തുകൊണ്ട്, ഏത് രീതിയിൽ CPM ഈ തോൽവി പരിശോധിക്കും? നമുക്ക് നോക്കാം എങ്ങനെയാണ് CPMന്റെ ഈ പരിശോധനയെന്ന്. VV അരുൺ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. CPM തോൽവി കൃത്യമായി പരിശോധിക്കുന്നില്ല. നമുക്കറിയാം CPM സെക്രട്ടേറിയറ്റ് യോഗം പ്രാഥമിക പരിശോധന ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ഒരുപക്ഷേ കീഴ്ഘടകങ്ങൾ പരിശോധിച്ച് വരട്ടെ, അതിനുശേഷം വിശദമായി ചർച്ച ചെയ്യാമെന്നതായിരിക്കാം CPMന്റെ നിലപാട്. എങ്ങനെ പരിശോധിക്കാനാണ് CPMന്റെ ആലോചനകൾ? ഈ ചോദ്യാവലിയിലൂടെ കീഴ്ഘടകങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു പൊതുവികാരം കണ്ടെത്താനുള്ള ശ്രമമാണോ CPM നടത്തുന്നത്? സാധാരണ CPM തിരഞ്ഞെടുപ്പ് വിജയമായാലും പരാജയമായാലും അവലോകനത്തിന് CPM രീതിയുണ്ട്. ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാര്യങ്ങൾ പരിശോധിക്കും. ആ റിസൾട്ട് ദിവസം തന്നെ CPMന്റെ ഒരു വിലയിരുത്തൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. അവൈലബിൾ സെക്രട്ടേറിയറ്റൊക്കെ ചേർന്ന് AK സെൻട്രൽ അവൈലബിളായ നേതാക്കൾ ചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തി ഒരു വിശദീകരണ കുറിപ്പിറക്കും. നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതിനുശേഷം വിശദമായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ വിഷയം ചർച്ച ചെയ്യും. സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടെത്തലുകൾ വച്ചുകൊണ്ട് സംസ്ഥാന സമിതി യോഗം ചേരും. സംസ്ഥാന സമിതിയും ആ യോഗം ചേർന്ന് ആ കാര്യങ്ങൾ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടാണ് പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ചുകൾ വരെയുള്ള CPMന്റെ കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നത്. അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ച് ക്രോഡീകരിച്ചാകും പിന്നീട് തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് CPM തയ്യാറാക്കും. അത് പാർട്ടി കത്തായി വീണ്ടും താഴേക്ക് തന്നെ നൽകുകയും ചെയ്യും. പക്ഷേ ഇത്തവണ ഒരു മാറ്റം CPM വരുത്തിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു